നമുക്കറിയാം, ഉക്രൈന്റെ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിൽ തൂങ്ങുകയാണ്. ഇപ്പൊ പുടിനുമായി സന്ധി ചെയ്ത് അടുത്ത റൗണ്ട് പുടിൻ സെലൻസ്കി ചർച്ചയും, അതിന്റെ അടുത്ത റൗണ്ട് പുടിൻ സെലൻസ്കി ട്രംപ് ചർച്ചയും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെ ചർച്ച ചെയ്താലും ടെറിറ്റോറിയൽ ട്രാൻസ്ഫർ ചില പ്രദേശങ്ങളെങ്കിലും ഉക്രൈന്റെ കൈവശം ഉണ്ടായിരുന്ന ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യയുടെ സിംഹഭാഗവും റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരുപക്ഷെ ഉക്രൈന്റെ ആണവ നിലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സപ്രോഷ്യ നിലനിർത്തിക്കൊണ്ട്, ക്രസ്റ്റൻ നിലനിർത്തിക്കൊണ്ട്, ക്രൈമിയയും വിട്ടുകൊടുത്തുകൊണ്ട്, അപ്പൊ ക്രൈമിയയും ഡോൺബാസ് മേഖലയിലെ ചില ഭാഗങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് പുടിനുമായി ഒരു ധാരണയിലെത്തുന്ന ആ നിമിഷം വൊലോദിമിർ സെലൻസ്കി രാജിവെക്കേണ്ടി വരും. കാരണം ഒരു രാജ്യം അംഗീകരിക്കില്ല. ഇത്രയും കാലം പോരാടിയത് ടെറിട്ടറി വിട്ടുകൊടുക്കാനായിരുന്നു എങ്കിൽ ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ. ഈ ചോദ്യം ജനങ്ങൾ സെലൻസ്കിയോട് ചോദിക്കും. ഒരുപക്ഷെ അതുകൊണ്ടാണ് റഷ്യയെ അവസാനം ചർച്ച പരിസമാപ്തിയിലെത്തി എന്തായാലും ടെറിട്ടറി വിട്ടുകൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സാൽവേജിങ് പ്രൈഡ് എന്ന നിലയിൽ റഷ്യക്ക് ചെറിയൊരു പ്രഹരമെങ്കിലും ഏൽപ്പിക്കാം എന്ന ഒരു ധാരണയിൽ മുന്നോട്ട് പോയിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.